ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കേടായ ചാർജറോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഹെഡ്സെറ്റൊക്കെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ഹെഡ്സെറ്റ്സ് ഉണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് പ്ലാന്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാനതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലിതാ ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള വയർ വരുന്നതുണ്ട്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ നോർമലി കാണുന്ന റൗണ്ട് വയറിൻ്റെതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വയറില്ലാത്ത ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. ഇതിൽ പിന്നെ വരുന്ന ഭാഗം മാത്രം ഞാനിപ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നില്ല. അതെന്തിനാണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഈ ഒരു ഹെഡ്സെറ്റിൽ നിന്ന് തന്നെ നമുക്ക് ചെറിയ വയറും വലിയ വയറും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പലതും പല ഡിസൈനിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു ഹെഡ്സെറ്റ് നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനത് ഹാഫായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റും ഗ്രീനും അക്രിലിക് കളേഴ്സാണ് എടുക്കുന്നത്. നിങ്ങളെടുക്കുന്ന ഹെഡ്സെറ്റോ ചാർജറോ വൈറ്റ് കളറിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രീൻ കളർ മാത്രം യൂസ് ചെയ്താൽ മതിയാവും. അതല്ല ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രീൻ കളർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് വൈറ്റും കൂടെ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റൽ ഷീറ്റിലാക്കി കളർ ചെയ്തിട്ടെടുക്കാം. ഇതിന് പകരം ഈ രണ്ട് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ വയറെല്ലാം അതിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരുപാട് കളർ വേസ്റ്റ് ആയി പോവും. അതുകൊണ്ടാണ് ഞാൻ 1 by 1 ആയിട്ട് കളർ ചെയ്തിട്ട് എടുക്കുന്നത്. ഒട്ടും വെള്ളം മിക്സ് ആവാതെ വേണം ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വയറിൽ അത് കോട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ലീവ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ A4 ഷീറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പല വിധത്തിലുള്ള ലൈൻസ് ഇതിൽ വരച്ചു കൊടുക്കാം. ഈ ലൈൻസ് ഓരോന്നായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ പല സൈസിൽ ലൈൻസ് വരക്കുന്നത് പല സൈസിലുള്ള ലീവ്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഷീറ്റ്സ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഇതിലൊരെണ്ണം എടുത്തിട്ട് ഞാനിതാ ഈ ഒരു രൂപത്തിൽ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു കട്ടിൽ തന്നെ ഒരുപാട് ലീവ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ലീവ്സിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞത് ഏകദേശം ഒരു ഓവൽ ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് നമ്മൾ ആ കോർണർ മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നേ ഉള്ളൂ. ഇതേ കണ്ടോ, ഇപ്പോൾ നമുക്ക് ഒറ്റ കട്ടിൽ തന്നെ 4 ലീവ്സ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. സെൻറ്റർ ഒരുപാട് ഉള്ളിലേക്ക് കയറ്റി കട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു വീതിയിൽ നിന്ന് എനിക്ക് 4 ലീവ്സാണ് കിട്ടിയത്. പക്ഷേ വീതി കുറഞ്ഞ പീസിൽ നിന്ന് നമുക്ക് ഒരുപാട് ലീവ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ലീവ്സിൻ്റെ കോർണർ കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വേസ്റ്റ് നമ്മൾ കളയുന്നില്ല. അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത്രയും ലീവ്സ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പലതും പല സൈസും പല ഷേപ്പിലുമാണ് ഉള്ളത്. അതുപോലെ തന്നെ ആ കോർണർ കട്ടിങ്സും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലീവ്സിന് ചെറുതായിട്ട് കുറച്ച് ലൈൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഓപ്ഷണലാണ്. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈഡ് ഡാർക്കൻ ചെയ്തിട്ട് മറ്റേ സൈഡ് ലൈറ്റാക്കി തന്നെ നിർത്തിക്കൊണ്ടൊക്കെ ഡിഫറെൻറ്റ് പാറ്റേണിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ ഏതായാലും ലീവ്സിന് ജസ്റ്റ് ലൈൻസ് വരച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ കളറ് ഇത് ഡ്രൈ ആക്കാൻ വേണ്ടി മാറ്റി വെച്ച വയർ നമുക്ക് എടുക്കാം. പിന്നെ ഈ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പും കൂടി എടുത്തിട്ടുണ്ട്. കപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു തെർമോക്കോൾ ഷീറ്റും കൂടെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഓർ ഗ്രീൻ കളറിലുള്ള ക്ലേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും ഈ ഒരു തെർമോക്കോൾ ഷീറ്റ് ബ്രൗൺ കളർ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആളിവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ലീവ്സ് വയറിലേക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലീവ്സിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു കട്ടിങ് ഉണ്ടാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ലീവ്സ് 4ആയി ഫോൾഡ് ചെയ്ത ശേഷം അതിൻ്റെ സെൻറ്ററിൽ വളരെ ചെറുതായിട്ടൊരു കട്ട് മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ കട്ട് വലുതാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. വലുതായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ ലീവ്സൊക്കെ ഊരിച്ചാടും. ഇനി നമുക്ക് ഈ വയറുകൾ ഇതിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് അങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു ബാംബൂ സ്റ്റിക്ക് വെച്ചിട്ട് ഈ ഒരു തെർമോക്കോളിന് ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വയറ് താഴെ നിന്നും മുകളിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പിന്ന് കട്ട് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുള്ള വയറിൻ്റെ ആ ഒരു പിൻ പോർഷൻ ഉണ്ടല്ലോ, അത് തെർമോക്കോളിൻ്റെ ബാക്ക് സൈഡിൽ സ്റ്റക്കായി നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് നമ്മൾ ഹാങ് ചെയ്തിടുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു വയറ് ഊരിപ്പോകില്ല. അതിനുശേഷം 1 by 1 ആയിട്ട് നമുക്ക് ലീവ്സ് ഇതിലേക്ക് കോർത്തിടാം. അപ്പോൾ സെൻറ്ററിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കട്ടിലൂടെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്താൽ മാത്രം മതി. ആദ്യം വലിയ ലീവ്സ് നമുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് താഴേക്ക് വലിക്കാം. അതിനുശേഷം ലീവ്സിൻ്റെ സൈസ് മുകളിലേക്ക് വരുംതോറും കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ വയേഴ്സിലും ഇതുപോലെ ലീവ്സ് വെച്ചിട്ട് ചെയ്തെടുക്കാം. വണ്ണം കുറഞ്ഞ വയേഴ്സാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. വണ്ണം കൂടും തോറും അത് കുറച്ചും കൂടെ ഹാർഡായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വണ്ണം കൂടിയതും കുറഞ്ഞതും എല്ലാം മിക്സ് ചെയ്ത് ചെയ്യുമ്പോഴാണ് പ്ലാന്റ്സ് കാണാൻ ഭംഗിയുണ്ടാവുക. പക്ഷെ നമുക്ക് എളുപ്പം ചെയ്യാൻ വണ്ണം കുറഞ്ഞ വയറുകളാണെന്ന് മാത്രം. അങ്ങനെ നമ്മൾ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്കിനി കപ്പിലേക്ക് അറേഞ്ച് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ണം കൂടിയ വയറുകൾ ഇതുപോലെ അനുസരണ ഇല്ലാതെ ചുരുണ്ടുകൂടി നിൽക്കുന്നുണ്ട്. വണ്ണം കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലോയിൽ ഇറങ്ങി കിടക്കുന്നുമുണ്ട്. ഏകദേശം നമ്മൾ പ്ലാന്റിൻ്റെ രൂപം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു
പ്ലാന്റിൻ്റെ ഏറ്റവും അറ്റത്ത് വരുന്ന ആ ഒരു കുഞ്ഞ് ലീഫ് ഉണ്ടല്ലോ, അത് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലോക്കായിട്ട് നിന്നോളും. ലീവ്സ് ഒന്നും താഴെ വീഴുന്നുള്ള പേടിയൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ നമ്മുടെ പ്ലാന്റിനെ ഈ ഒരു കപ്പിലേക്ക് പ്ലാന്റ് ചെയ്യാൻ പോവാണ്. തെർമാക്കോളിൻ്റെ പീസ് ജസ്റ്റ് നമ്മൾ ഈ ഒരു കപ്പിലേക്ക് ഇറക്കി വെക്കുന്നേ ഉള്ളൂ. നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ വേറെ ഗ്ലൂ ഒന്നും വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ ലീഫ് കട്ട് ചെയ്തപ്പോൾ നമുക്ക് ബാക്കി വന്നിട്ടുള്ള ആ ഒരു കട്ട് പീസുകളുണ്ടല്ലോ, അതൊന്നും കൂടെ നൈസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ദേ ഇതുപോലെ. ഇനി നമുക്ക് ഫെവിക്കോൾ ഈ ഒരു തെർമാക്കോൾ ഷീറ്റിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു കട്ട് പീസ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചുമ്മാ ഒരു ഗ്രാസി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫൈനലി നമ്മുടെ ആർട്ടിഫിഷ്യൽ ഹാങ്ങിങ് പ്ലാന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡെസ്ക് ഡെക്കറായിട്ട് വാൾ ഡെക്കറായിട്ട് ഒക്കെ വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. വേസ്റ്റ് എന്ന് കരുതി നമ്മൾ പുച്ഛിച്ച് തള്ളുന്ന ഹെഡ്സെറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു ഹോം ഡെക്കർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.